കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ ഭൂപടത്തിൽ പ്രമുഖ സ്ഥാനമാണ് ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമായ തുഞ്ചൻ പറമ്പ്. മലപ്പുറത്ത് തിരൂരിലാണ് തുഞ്ചൻ പറമ്പ്. തുഞ്ചൻ മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ കീഴിലാണ് തുഞ്ചൻ സ്മാരകം. സാഹിത്യ മ്യൂസിയം, ഗവേഷണ ഗ്രന്ഥശാല തുടങ്ങി നിരവധി സൗകര്യങ്ങളുള്ള തുഞ്ചൻ സ്മാരകത്തിൽ വർഷം തോറും ആയിരങ്ങളാണ് വിദ്യാരംഭം കുറിക്കാൻ എത്തുന്നത്. ടൂറിസം വകുപ്പ് ഇവിടെ 2 കോടി രൂപയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. വിദ്യാരംഭത്തിലെത്തുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്യൂ പവലിയൻ, വെയ്റ്റിംഗ് പവലിയൻ, പുസ്തകോത്സവത്തിനായുള്ള 34 സ്റ്റാളുകൾ ഉൾപ്പെടുന്ന പോർട്ടബിൾ എക്സിബിഷൻ പവലിയൻ എന്നിവ നിർമ്മിച്ചു. തുഞ്ചൻ ഓഡിറ്റോറിയത്തിൽ സീലിംഗ് തീർത്ത് അക്കോസ്റ്റിക് പ്രവൃത്തി നടത്തി. ശീതീകരണവും പൂർത്തിയാക്കി നവീകരിച്ചു. വിശാലമായ ഊട്ടുപുരയും നവീകരിച്ചിട്ടുണ്ട്. തുഞ്ചൻ പറമ്പിലെ ഉപയോഗശൂന്യമായി കിടന്ന കുളം നവീകരിച്ച് ആമ്പൽ പൊയ്കയാക്കി. കുളത്തിനോട് ചേർന്ന് മിനി ഓഡിറ്റോറിയവും കെട്ടി. നടപ്പാതകൾ നിർമ്മിച്ചു. പുഷ്പഫലവൃക്ഷ പൂന്തോട്ടം വെച്ചുപിടിപ്പിച്ച് ലാൻഡ്സ്കേപ്പിംഗും മനോഹരമാക്കി. 50 സൗരോർജ്ജ വിളക്കുകളും ഇവിടെ സ്ഥാപിച്ചു. പൊന്നാനിയിലെ നിള ഹെറിറ്റേജ് മ്യൂസിയമാണ് മലപ്പുറത്ത് ടൂറിസം വകുപ്പിന്റെ വലിയ പദ്ധതികളിൽ ഒന്ന്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ റിവർ മ്യൂസിയമാണ് ഇത്. നിളാതീരത്തെ സംസ്കാരവും സാഹിത്യ സാംസ്കാരിക ഇടങ്ങളും മ്യൂസിയത്തിലൂടെ പുതുതലമുറയ്ക്ക് അറിവ് പകരുകയാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവം മുതൽ അറബിക്കടൽ വരെയുള്ള പുഴയുടെ യാത്ര, ദേശീയ പ്രസ്ഥാനം അടക്കമുള്ള അതിൻ്റെ തീരത്തെ ചരിത്രം എന്നിവ മ്യൂസിയത്തിൽ ഉണ്ടാകും. പൊന്നാനിയുടെ പഴയ വ്യാപാര പ്രൗഢി പ്രകടമാക്കുന്ന പാണ്ഡികശാല മുതൽ സാമൂതിരി, വാസ്കോഡഗാമയുടെ വരവ്, യുദ്ധം, മാമാങ്കം തുടങ്ങി ചരിത്രപരമായ ചിത്രശില്പാവിഷ്കാരങ്ങൾ മ്യൂസിയത്തിലെ ഭിത്തികളെ ആകർഷകമാക്കുന്നു. മലയാള സാഹിത്യത്തിന് സംഭാവന നൽകിയ പൊന്നാനി കളരിയും ശില്പചാരുതയോടെ ഒരുക്കിയിട്ടുണ്ട്. ഉറൂബ്, ഇടശ്ശേരി, വീട്ടി, എം ഗോവിന്ദൻ, അക്കിത്തം തുടങ്ങിയവർ ഇതിലുണ്ട്. മ്യൂസിയത്തിൽ ഡിജിറ്റൽ ലൈബ്രറി, ഓഡിറ്റോറിയം, ചർച്ചാ ഇടങ്ങൾ എന്നിവ ഉണ്ട്. മികച്ച ലാൻഡ്സ്കേപ്പിംഗും ഒരുക്കിയിട്ടുണ്ട്. 4 കോടിയോളം രൂപയാണ് വകയിരുത്തിയത്. നിളയുമായി ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതി കുറ്റിപ്പുറത്തെ നിളയോരം പാർക്കിന്റെ പുനരുദ്ധാരണമാണ്. പ്രളയത്തിൽ തകർന്ന പാർക്കിന്റെ നവീകരണത്തിന് 3 കോടി രൂപയാണ് പദ്ധതി ചിലവ്. DTPC ആണ് നിർവഹണ ഏജൻസി. നിളയെക്കുറിച്ചുള്ള ഒരു ഡിജിറ്റൽ ലൈബ്രറിയും ഉണ്ടാകും. ഭാരതപ്പുഴയെ അടുത്തറിയാൻ ഉപകരിക്കുന്ന വിവരങ്ങൾക്കൊപ്പം പുഴയെപ്പറ്റിയുള്ള സാഹിത്യ പുസ്തകങ്ങളും ഉണ്ട്. പാർക്കിന്റെ പ്രവേശന കവാടവും ടിക്കറ്റ് കൗണ്ടറും തീർത്തു കഴിഞ്ഞു. ചുറ്റുമതിൽ കെട്ടി. നടപ്പാതകൾ ഇന്റർലോക്ക് പാകി മനോഹരമാക്കി. ലാൻഡ്സ്കേപ്പിംഗും നടത്തി. വാട്ടർ ബോഡികളും ഫൗണ്ടനുകളും പൂന്തോട്ടവും ഉണ്ട്. പുതിയ ടോയ്ലറ്റ് കോംപ്ലക്സും ഷോപ്പിംഗ് കിയോസ്കുകളും തീർത്തിട്ടുണ്ട്. റെയിൻ ഷെൽട്ടറുകളും വിശ്രമ കേന്ദ്രങ്ങളും ഉണ്ട്. കുട്ടികളുടെ പാർക്ക് നവീകരിച്ചു. ആംഫി തിയേറ്ററും പാർക്കിലുണ്ട്. ചമ്രവട്ടത്തെ പുഴയോരം സ്നേഹപാതയാണ് മറ്റൊന്ന്. കേരളത്തിലെ ഏറ്റവും വലിയ റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് ചമ്രവട്ടത്തേത്. ഭാരതപ്പുഴയ്ക്ക് മുകളിലൂടെ പൊന്നാനിയെയും തിരൂരിനെയും ബന്ധിപ്പിച്ചുള്ള ഏറ്റവും നീളം കൂടിയ പാലം. പാലത്തിന് താഴെയാണ് പുഴയോരത്തുള്ള സ്നേഹപാത പാർക്ക്. വിശാലമായ പാർക്കിംഗ് സൗകര്യം ഇവിടെയുണ്ട്. നടപ്പാതകൾ ഇന്റർലോക്ക് പാകി മികച്ച ലാൻഡ്സ്കേപ്പിംഗ് നടത്തിക്കഴിഞ്ഞു. റെയിൻ ഷെൽട്ടറുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ എന്നിവ തീർത്തു. ഷോപ്പിംഗ് കിയോസ്കുകളും ടോയ്ലറ്റ് ബ്ലോക്കും ഉണ്ട്. കുട്ടികളുടെ പാർക്ക്, ഓപ്പൺ എയർ ഓഡിറ്റോറിയം, നിരീക്ഷണ ടവർ എന്നിവയുമുണ്ട്. പുഴയോരത്ത് സ്റ്റീൽ റെയിലിംഗുകൾ തീർത്തിട്ടുണ്ട്. 1 കിലോമീറ്റർ വരുന്ന പാർക്കിൽ ലൈറ്റുകളും സുരക്ഷയ്ക്കായി CCTV സംവിധാനവും ഉണ്ട്. മാറഞ്ചേരിയെയും പൊന്നാനി നഗരസഭയും ബന്ധിപ്പിക്കുന്ന BM കായലിലെ തൂക്കുപാലം സംസ്ഥാനത്തെ ഏറ്റവും വലിയ തൂക്കുപാലങ്ങളിൽ ഒന്നാണ്. പാലത്തിന് താഴെ BM കായലിൽ എല്ലാ വർഷവും ഓണാഘോഷത്തോടനുബന്ധിച്ച് വള്ളംകളി മത്സരവും നടക്കാറുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമായ ഇവിടെ പാർക്കിന് ചുറ്റുമതിൽ കെട്ടി നടപ്പാതകൾ ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കി. ലൈറ്റുകൾ സ്ഥാപിച്ചു. ടോയ്ലറ്റ് കോംപ്ലക്സ് കെട്ടി. സിമന്റിലുള്ള ഇരിപ്പിടങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ, ഷോപ്പിംഗ് കിയോസ്കുകൾ എന്നിവ തീർത്തിട്ടുണ്ട്. പൊതുപരിപാടികൾക്കായി സ്റ്റേജും നിർമ്മിച്ചു. 1 കോടിയിലധികം വരുന്ന പദ്ധതിയിൽ ടൂറിസം വകുപ്പിന് തന്നെയാണ് നിർവഹണ ചുമതല. കാഞ്ഞിരമുക്ക് പുഴയ്ക്ക് കുറുകെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് പ്രശസ്തമായ BM പാലം. പാലത്തോട് ചേർന്ന പാർക്കിൽ നടപ്പാതകൾ ഇന്റർലോക്ക് പാകി നവീകരിച്ചു. കുട്ടികളുടെ പാർക്കിൽ പുതിയ കളി ഉപകരണങ്ങൾ സ്ഥാപിച്ചു. വിശ്രമ കേന്ദ്രങ്ങളും കെട്ടി. ഡസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചു. 16 ലക്ഷം രൂപയുടെ പദ്ധതി നിർവഹിച്ചത് മലപ്പുറം DTPC ആണ്.